ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ എന്തപ്പോൾ ഒരാശയം എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു. എറിയുന്നു, നല്ല ഫലമുള്ളതിൽ എറിയുന്നു. എറി ചിലത് കൊള്ളുന്നു, താഴെ വീഴുന്നു. പക്ഷേ കൊമ്പുകളിൽ കല്ല് പോയി തറയ്ക്കുമ്പോൾ തൊലികൾ വിളവുന്നു. ചില കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നു, ചിലത് ഇലകളും കൊഴിഞ്ഞു വീഴുന്നു. ഇവിടെ മാവ് കായ്ക്കാതിരുന്നെങ്കിൽ ഈ എറിയുമോ? ഒരു മാവ് കായ്ക്കാതിരുന്നെങ്കിൽ എറിയുമോ വ്യക്തികൾ? അപ്പോൾ കാച്ചില്ലെങ്കിൽ എറിയില്ല, കായുണ്ടെങ്കിൽ എറിയും. ഇതാണ് അഭിഷേകത്തിൻ്റെ പ്രത്യേകത. അഭിഷേകം എത്രത്തോളം വർദ്ധിക്കുമോ അത്രത്തോളം എറി കൊള്ളേണ്ടി വരും. ഞങ്ങൾ കായ്ക്കുമ്പോൾ ചില എറികളും ചില ഒറ്റപ്പെടുത്തലുകളും ചില നിന്ദകളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ വരാം. പക്ഷെ നിങ്ങളുടെ അഭിഷേകം ആത്മാവിനാൽ കൊണ്ട് നിറഞ്ഞതാണ്. ആത്മാവിനാൽ കൊണ്ട് നിറഞ്ഞത് ദിനം തോറും വർദ്ധിപ്പിക്കും. ദിനം തോറും അതൊരു അനുഗ്രഹമായി വരും. ദിനം തോറും ഒരു വലിയ ദൈവ പദ്ധതിയുടെ വെളിച്ചമായി വരിക തന്നെ ചെയ്യും. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ, നിങ്ങൾക്കുണ്ടാകുന്ന തള്ളിപ്പറച്ചൽ, നിങ്ങളില്ലാത്ത കാര്യത്തിൽ അപമാനമേർക്കുന്നു, ഇതെല്ലാം നല്ലതിനാ. ഇത് ഇത്രയും അപമാനം സഹിക്കുമ്പോഴും മാവിൽ പൂ വരാൻ സമയമായി. ഇത്രയും അപമാനം സഹിക്കുമ്പോഴും പൂ വിളഞ്ഞ് വിത്തായി ഒരു വലിയ ഫലമായി പുറത്തു വരാൻ. അതുകൊണ്ട് എറിയുന്നത് നല്ലതാണ്, എറി കൊള്ളുന്നത് നല്ലതാണ്. അത് പഴുത്ത് അത് നല്ല വിളവെടുത്ത് കഴിക്കാൻ വേണ്ടിയാണ് എറിയുന്നത്. അതുകൊണ്ട് നിന്നിൽ വന്ന വെളിച്ചത്തെ മാത്രം നീ കാണുക, നിന്നിൽ വന്ന അഭിഷേകത്തെ കാണുക. അനേകം പേർക്ക് കുരിശിൽ ഈശോ ചെയ്ത പ്രവൃത്തിയുടെ വലിയ ഫലം മാത്രം നൽകുക. ഈ വലിയ ഒരു വാക്ക് കേൾക്കുക: എറിയുന്നത് നല്ലതിനാ, ഹല്ലേലൂയ. എറികൊള്ളുന്നത് നല്ലതിനാ, ഹല്ലേലൂയ. നിന്ന വരുന്നത് നല്ലതിനാ, ഇല്ലാത്തത് പറയുന്നത് നല്ലതിനാ. അതുകൊണ്ട് വിഷമിക്കേണ്ട, ഏറ്റവും നീ മുമ്പേ വരും. ഇന്ന് നീ ലോകം നിന്നെ ഭരിച്ചത് ആരെയോടോ എടുത്ത് ഈശോ പറയുന്നു. ഇന്ന് നിങ്ങളെ ഈ ലോകം ഭരിച്ചത് ഇനിയുള്ള ദിവസത്തിൽ അതിനെ നീ ഭരിക്കും, ഹല്ലേലൂയ. നീ ഭരിച്ച് അതിൻ്റെ അകത്തൊരു ജയം ക്രിസ്തു നടത്തും. അതിനകത്തൊരു മാറ്റവുമില്ല. ഇതൊരു വലിയ വെളിച്ചം. അത് ആത്മാവിലാണ് സന്തോഷിക്കേണ്ടത്. എപ്പോഴും ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിക്കുക. കുരിശിനെ നോക്കുക, കുരിശിൻ്റെ പ്രവൃത്തിയെ നോക്കുക. അതല്ലാതെ വേറെ ഒന്നും നോക്കരുതേ. ഇതാണ് ഏറ്റവും നമ്മുടെ ജയം. ഹല്ലേലൂയ. മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.